നമ്മളിന്ന് കാണാൻ പോകുന്നത് പുതിയൊരു സീരീസാണ്. സീരീസിന്റെ പേര് സൺസെറ്റ് ഇറ്റ്സ് വൈബ്സ് എന്നാണ്. തുടക്കത്തിൽ തന്നെ സെലിൻ എന്ന് പറയുന്നൊരു ആളെയാണ് കാണിക്കുന്നത്. ഇവരാണ് നമ്മുടെ ഫസ്റ്റ് ഹീറോ. അവനൊരു സ്ഥലത്ത് കിടക്കാണ്. അവൻ്റെ ബോധം വരുമ്പോഴേക്കും ഒരു ജാസ്മിനാണ് അവൻ്റെ കയ്യിൽ കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ അവൻ നേക്കഡായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെയൊക്കെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. അവന് നന്നായിട്ട് തണുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ബോധം തിരിച്ചു വന്നിട്ട് ആ ജാസ്മിനെ നോക്കുന്നുണ്ട്. അതിനെ നോക്കിയിട്ട് പയ്യെ എണീക്കുമ്പോൾ ചുറ്റും വെള്ളം മാത്രമാണ് അവൻ കാണുന്നത്. പയ്യെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നെ ആരെങ്കിലും രക്ഷിക്കോ? ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒരാൾ വരുന്നത് കാണിക്കുന്നുണ്ട്. അയാളെ കാണുന്നതും നമ്മുടെ ലിന്ന് നല്ല രീതിക്ക് പാനിക്കാവുന്നുണ്ട്. പെട്ടെന്ന് അയാൾ തൊടാൻ പോകുന്നതും അവൻ ആ വെള്ളത്തിലേക്ക് വീണ് താഴ്ന്നു പോവാണ്. വെള്ളത്തിൻ്റെ അടിയിലെത്തുമ്പോഴേക്കും അവന് പയ്യെ ബോധം നഷ്ടമാവുന്നുണ്ട്. ഒന്നും അവന് കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് നേരത്തെ വന്ന ആള് നമ്മുടെ ലിന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പയ്യെ രക്ഷിക്കുകയാണ്. അവൻ്റെ ബോധം പോയതുകൊണ്ട് തന്നെ ഓക്സിജൻ കൊടുക്കാണ്. അത് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ വന്ന ആളുടെ ഹെയറും നമ്മുടെ ബോഡി പാർട്ടൊക്കെ കാണിക്കുന്നുണ്ട് നല്ല രീതിക്ക്, അയാളുടെ സ്ട്രക്ചർ. പെട്ടെന്ന് തന്നെ ഇവന് ബോധം വരുമ്പോഴേക്കും അവന് ചുറ്റും ഒരു പാമ്പിനെ പോലത്തെ ഒരു സാധനം വട്ടത്തിൽ കറങ്ങുന്നതായിട്ടാണ് അവന് തോന്നുന്നത്. അവൻ പെട്ടെന്ന് തന്നെ പൊക്കത്തേക്ക് നീന്തി കയറുന്നുണ്ട്. ഈ സ്വപ്നം കണ്ടാണ് നമ്മുടെ ലിന്ന് ഉറക്കമെണീക്കുന്നത്. ഇത് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ് അവനവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ രാവിലെ തന്നെ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സേജാണ് വരുന്നത്, ഞാൻ റെഡിയായെന്ന. ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ റെഡി ആയിരിക്കുന്നതാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം, സൂപ്പറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല രീതിക്ക് ഇരിക്കണമെന്നാണ് പറയുന്നത്. അവൻ്റെ ഹാഫ് ഫേസുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ അവൻ ഓൺലൈൻ ഡേറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ആ റൂമിൽ ഒരു ജാസ്മിൻ ഫ്ലവർ നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സോൾ എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയാണ്. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എംപ്ലോയീസും ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവരെ ജ്വല്ലറീസിൻ്റെ പാറ്റേൺ ഒന്നും ഒരു രസമില്ല, കൊള്ളത്തില്ല. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതെന്നൊക്കെ അവർ എംപ്ലോയി അവിടുത്തെ MD-നോട് പറയുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയനും എനിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും MD പറയുന്നത് കേട്ടിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. അയാൾ ഹോഴ്സ് റൈഡ് ചെയ്ത് വരികയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ. അപ്പോൾ ചാൻ എന്ന് പറയുന്ന അയാളുടെ സെക്രട്ടറി പറയുന്നുണ്ട്, നമുക്ക് ഒരു കോൾ ഉണ്ട്, അറ്റൻഡ് ചെയ്യണം, അത്യാവശ്യമാണെന്നുള്ള കാര്യം. അവൻ ആ കോൾ എടുക്കുന്നതും അവൻ്റെ അമ്മയായിരിക്കും വിളിച്ചേക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം, വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കോൾ കട്ടാക്കിയിട്ട് പറയുന്നുണ്ട് ചാൻ്റെ അടുത്ത്, പെട്ടെന്ന് തന്നെ വണ്ടി ശരിയാക്ക്, നമുക്കിവിടെ നിന്ന് പോകണം ഇപ്പോൾ തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യൻ എന്നാണ് പേര്, സൺ എന്നാണ് വിളിക്കുന്നത്. അവൻ റെഡിയായി കാറിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പൊക്കോളാം, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പയ്യെ പോവുകയാണ്. നെക്സ്റ്റ് സീരിയല് ലിന്നെയാണ് കാണിക്കുന്നത്. ലിന്നാണെങ്കിൽ അവൻ്റെ ഇന്റേൺഷിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി സന്തോഷത്തിലാണ്. അവൻ്റെ ഓൺലൈനായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളും മെസ്സേജ് അയച്ച് ഗുഡ് ലക്കൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. പ്രിം എന്നാണ് ഇവളുടെ പേര്. ഇവളും ഈ സ്ഥലത്ത് തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ഓടി എലിവേറ്ററിൽ കയറുന്നുണ്ട്. അപ്പോഴാണ് പുറത്തുനിന്ന് യോ എന്ന് പറയുന്നത് ഈ പ്രിമ്മിന്റെ ഫ്രണ്ട്, അതായത് ഇവരൊക്കെ കണക്റ്റഡ് ആണ്, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. ഓടി വന്നിട്ട് പറയും, എലിവേറ്റർ ഒന്ന് നിർത്തിയിട്, ഞാനും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ ഓടി വന്നതിൻ്റെ ഇടയിൽ തട്ടി വീഴുന്നുണ്ട് നല്ല രീതിക്ക്. അതൊക്കെ മര്യാദക്കിട്ടിട്ട് പിന്നെ ഓടി വരാൻ നേരത്ത് ഒരാളെ പോയി ഇടിക്കുന്നുണ്ട്. അവനെ ഇടിച്ചിട്ട് അങ്ങനെ തന്നെ സ്ലോ മോഷനിൽ കുറച്ച് നേരം അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അവൻ നല്ല അട്രാക്റ്റീവാണ്. പെട്ടെന്ന് തന്നെ ആ കാര്യം ചോദിക്കും, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകണോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ യോയെ അവൻ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് എലിവേറ്ററിൽ കയറുകയാണ്. യോ പറയുന്നുണ്ട്, ഞാനാണ് ആദ്യം എത്തിയെന്ന്, പക്ഷേ നീ അവിടെ തന്നെ നിൽക്കായിരുന്നു, ഞാനാണ് ആദ്യം കയറിയത്, നീ സ്റ്റെപ്പ് കയറി വരാൻ പറഞ്ഞിട്ട് എലിവേറ്റർ പൊക്കത്തേക്ക് പോവാണ്. പ്രിമ്മിനോട് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പൊക്കത്ത് നമ്മുടെ ലിന്നും പ്രിമ്മും
നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് യോ ഓടിയെത്താൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരവസാനം അവനെ കാണുന്നുണ്ട്, വേഗം ഇങ്ങോട്ടേക്ക് വരാനാണ് പറയുന്നത്. യോ ആണെങ്കിൽ എല്ലാ സ്റ്റെപ്പും കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവിടെ നിൽക്കുന്നത്. അതായത് അവൻ നല്ല രീതിക്ക് കഥച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ചെക്കനെ കാണുമ്പോഴേക്കും അവന് ദേഷ്യം വരുന്നുണ്ട്. നീ കാരണമാണ് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇത്ര മോശമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. നീ എലിവേറ്റർ കയറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ടൈമിന് വരായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഓഫീസിലേക്ക് അവിടുത്തെ ഒരു എംപ്ലോയി വന്നിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ മിണ്ടാതിക്ക്, ഇങ്ങനെയൊക്കെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ വൈകി വന്ന കാര്യമല്ല, അവനാണ് ശരിക്കും വൈകി വന്നത്. എന്നിട്ട് എല്ലാവരെയും കൂടി കുറ്റപ്പെടുത്താണ്. നിങ്ങൾ ഡെയിലി ഇങ്ങനെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേത്തുനിന്ന് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരും. അത് മറ്റുള്ളവർക്ക് ഭയങ്കര അരോചകമായിരിക്കും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങളെല്ലാവരും നേരത്തെ വരണം. ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറയാണ്. കാരണം ഇവർ ഇന്ത്യൻ ആയതുകൊണ്ട് അവരുടെ മുമ്പിൽ ഒന്ന് ഷോ ഇറക്കിയതാണ്. എന്നിട്ട് നമ്മുടെ യോയിൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. നിന്നെ നന്നായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ട്, നാളെ തൊട്ട് നീ നേരത്തെ വരണം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ ഈ ചിക്കൻ പറയുന്നത്. ഇവൻ്റെ പേരിപ്പോൾ പറയുന്നില്ല. എന്നിട്ട് നമ്മുടെ പ്രിമ്മും നമ്മുടെ ലിന്നും ചോദിക്കുന്നുണ്ട്, ഓ ഇവിടെ ഇത്ര സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെ പണിഷ് ചെയ്യാണ്. ആ സമയത്താണ് അവിടുത്തെ മാഡം അങ്ങോട്ട് വരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഞാനൊരു പണിഷ്മെൻറ്റ് കൊടുത്താണ്. ഓക്കെ, ഇവരെ ടീമായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പം തന്നെ ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ ഹെഡ്, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ടീമാക്കണം. ടീം എ ആരാന്ന് വെച്ചാൽ ഈ മാഡത്തിൻ്റെ ഒപ്പമാണ് പോകണ്ടേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടീം ബി ആരാന്ന് ചോദിക്കുന്നുണ്ട്. ടീം ബി ആണെങ്കിൽ ഈ നിൽക്കുന്ന സാറിൻ്റെ ഒപ്പമാണ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ടീം എ ഈ മാഡത്തിൻ്റെ ഒപ്പമാണ് പോകേണ്ടത്. ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ യോയിൻ്റെ പുറകെ അവനെ ഇടിച്ചിട്ട് ആ ചെക്കൻ നടക്കുന്നുണ്ട്. യോയിന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് എല്ലാവരോടും നമ്മുടെ ആ ടീം ലീഡർ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. പറയുന്നുണ്ട് ഇവിടെ എല്ലാ മെറ്റീരിയൽസ് ഉണ്ട്, അത് മാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ, എക്കോ ഫ്രണ്ട്ലിയും കൂടിയാണ്, നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമ്മുടെ പ്രിമ് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജോലി സ്ഥലമെന്ന്. അവരെല്ലാവരും കൂടി അങ്ങോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് അവർ ഫുള്ള് ചുറ്റി നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ സ്ഥലവും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര രീതിക്ക് സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്ര വലിയ സ്ഥലത്താണല്ലോ അവർ വർക്ക് ചെയ്യാൻ വന്നേക്കുന്നത്. എന്നിട്ട് ഈ മാഡം കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നല്ല രീതിക്ക് വർക്ക് ചെയ്യണം, അതുമാത്രമല്ല ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ടുള്ള ഡ്രസ്സ്, ഫോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പരിപാടിയൊക്കെ വരുമ്പോൾ മാത്രം യൂണിഫോം ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നമുക്കാണെങ്കിൽ ഫുഡൊക്കെ ഫ്രീ ആണ്, അത് നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുള്ള ഒരു ടാഗ് കിട്ടും. ആ ടാഗ് നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ കഴുത്തിലിടണം എന്ന് പറഞ്ഞിട്ട് കഴുത്തിലിടാണ്. ഇവരവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഒരു പെണ്ണങ്ങോട്ട് കയറി വന്ന. അവളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മാഡം അവളെ വിളിക്കുന്നുണ്ട്. അവൾ തിരിയുന്നതും നല്ലൊരു സുന്ദരിയായിട്ടുള്ള പെണ്ണാണ് അവള്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിമ്മിന് ക്രഷ് അടിക്കുന്നുണ്ട്. അവൾ കുറച്ച് ലേഡി ബോസിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പ്രിമ്മാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രഷ് അടിച്ചിട്ട് അവളെ തന്നെ നോക്കി അങ്ങനെ നിന്ന് പോവാണ്. ഇവളുടെ പേരാണ് പ്രിമ്മോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല വിളിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രിമ്മാണെങ്കിൽ അവൾ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടിന്നു പറയുന്നുണ്ട് എന്തോറ്റി നിങ്ങൾക്ക് ക്രഷായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നല്ല ഭംഗിയില്ലേ കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാഡം പറയുന്നുണ്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തു. ഇത് നിങ്ങളുടെ പുതിയ ഇന്ത്യൻ പിള്ളേരാണ്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഈ മാഡത്തിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിമ്മും, അതായത് ഈ പ്രിമ്മും പിന്നും തമ്മിൽ പേരിന് നല്ല ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രിമ്മ് അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവൾ വല്ല മൈൻഡ് കൊടുക്കുന്നില്ല. അങ്ങോട്ട് അവരുടെ സീനിയർ സ്റ്റാഫുകൾ വരികയാണ്. എന്നിട്ട് വന്നിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് എസ് എന്നാണ് പറയുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പിള്ളേര് വർക്ക് ചെയ്യാണ്. വർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ചുമന്ന് മറ്റേ സ്ഥലത്ത് കൊണ്ടേ വെക്കുക. അത് മാത്രമല്ല അവിടുത്തെ
ബോട്ട്സും കാര്യങ്ങളും, എല്ലാവർക്കും ടീ കൊടുക്കുക, മിറർ കൊടുക്കുക, അവിടെ അടിച്ചു വാരുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ ചെക്കന്മാർ അവിടെയുള്ള ബോട്ട്സ് എല്ലാം ചുമന്നുകൊണ്ട് വരികയാണ്. പകുതി എത്തുമ്പോൾ അത് കയ്യിൽ നിന്ന് വീഴുമ്പോൾ നമ്മുടെ യോജിക്കത്ത പറയുന്നുണ്ട്, നോക്കി നടക്കാൻ പാടില്ല, എത്ര കഷ്ടപ്പെട്ടാ ഇത് കൊണ്ടുവന്നതെന്നൊക്കെ. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. പിറ്റേ ദിവസം കാണിക്കുന്നത് മോർണിംഗ് തന്നെ ക്ലീൻ ചെയ്യലാണ്. എല്ലാവരും അവിടെ ഇന്ന് മിറർ കൊടുക്കുകയാണ്. അവിടുത്തെ ഒരു മാഡം വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഫോട്ടോ എടുത്ത് നോക്കാൻ നമുക്ക് ഗ്രൂപ്പിലേക്കൊക്കെ ഇടാമല്ലോ നിങ്ങളുടെ വർക്കും കാര്യങ്ങളെന്ന്. അപ്പോൾ നമ്മുടെ ലിന്നും അവിടെ ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇന്റേൺഷിപ്പ് ഒരു ക്ലീനിങ്ങിലൂടെയാണ് നടക്കുന്നത്. എല്ലാവരും ഉച്ചയാകുമ്പോൾ ബ്രേക്കിന് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഇന്റേൺഷിപ്പാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ക്ലീനിങ് പരിപാടിയാണല്ലോ, എനിക്ക് മടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യോ പറയുന്നുണ്ട്, എങ്ങനെയാണ് നിനക്ക് മടുത്തത്, ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ബോട്ട്സ് ചുമന്നിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടത് നമ്മുടെ പ്രിമ്മിന് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഈ കഷ്ടപ്പാട് എന്തായാലും മാറും, കാരണം ഇവിടുത്തെ MD-യുടെ മോൻ വരാൻ പോണേണ്, അവൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ ആ ചെക്കൻ ഭയങ്കരമായിട്ട് ഷോക്കായി ചുമച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലിന്ന് ഡേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു, സൺസെറ്റ് എന്ന് പറയുന്നിട്ട് ഒരു ഐഡിയ ഉള്ള, അവൻ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. പോണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഇവർക്കൊക്കെ ഫോട്ടോസും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഹ്മ പറയാണ്, നീ പോയിട്ട് വാ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ യോ പറയുന്നുണ്ട്, നിന്റെ തീരുമാനം എങ്ങനെയായാലും അതിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്, നിനക്ക് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ പൊക്കോ, പോകണ്ടെന്നാണെങ്കിൽ പോകണ്ട. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ്, അതായത് തുടക്കം പറയലാണെന്ന് പറഞ്ഞിട്ട് അവർ ഇതിൻ്റെ ബാക്കപ്പ് സ്റ്റോറി അവിടെ ഇരുന്ന് പറയാണ്. കാരണം നമ്മുടെ പ്രമോ ഒരു ബോയിനെ കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. 4 പേരും കൂടി അവിടെ ഇരുന്ന് കള്ളുടിക്കുന്നുണ്ട്. അവർ ആ കുപ്പി കറക്കുന്ന ഗെയിമാണ് കളിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ലിന്നാണെങ്കിൽ നല്ല രീതിക്ക് കുടിച്ച് പൂസായിട്ടാണ് അവിടെ കിടക്കുന്നത്. കുപ്പി കറങ്ങി ലിങ്ങിൻ്റെ നീരാണ് നിൽക്കുന്നത്. എന്താണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പ്രമിന് സന്തോഷം പോകുന്നുണ്ട്. കാരണം ഇവൻ ഇതുവരെ ആരെയും ഡേറ്റിംഗ് ചെയ്തിട്ടില്ല, ഡേറ്റിംഗ് ആപ്പ് യൂസും ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ യോ വന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ ചെക്കനാണെങ്കിൽ പോസ് ചെയ്ത് കൊടുക്കുകയാണ്. പോസ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അപ്പം തന്നെ വരുന്നുണ്ട്. അത് അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ പെമ്മിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. രണ്ടുപേരും കൂടി അവിടെ ഡാൻസ് കളിക്കുന്നവരായിട്ട് അങ്ങ് വീണ് അവിടെ ബോധം പോയി കിടന്ന് ഉറങ്ങുകയാണ് നമ്മളെ കാണിക്കുന്നത്. നെക്സ്റ്റ് മോർണിംഗിലാണെങ്കിൽ നമ്മുടെ ലിന്നി കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഇന്നലെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് വരാണ്, ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. യൂഷ്വലി ഒരു ചാറ്റാണ് അവിടെ നടക്കുന്നത്. ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, അവനത് കാണുന്നുണ്ട്. എന്നിട്ട് ഇവരോട് ഈ കാര്യം, അതായത് തലേദിവസം ഈ നടന്ന കാര്യമാണ് അവൻ ആലോചിക്കുന്നത്. ഇന്നലെ യോ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ലോ, ആ കാര്യം അവർ ആലോചിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവനതിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ വർത്താനം പറയാണ്, ഇങ്ങനെയാണ് ഇവർ സെറ്റായെന്നൊക്കെ നമ്മുടെ ചെക്കനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് അവനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക, കാരണം ഇത്ര നാൾ നിങ്ങൾ ചാറ്റ് ചെയ്തതല്ലേ, ചിലപ്പോൾ അവൻ നല്ല ഹാൻഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഫോട്ടോ നമ്മുടെ ഓനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് ആള്, എനിക്കിതുവരെ നേരിട്ട് കണ്ട ഒരു പരിചയമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല എന്നെ ഹോട്ടൽ റൂമിലേക്കാണ് വിളിച്ചേക്കുന്നതെന്നും നമ്മുടെ ലിന്നു പറയുന്നുണ്ട്. ഹോട്ടൽ റൂമായിട്ട് വിളിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇൻറ്റൻഷൻ നല്ലതല്ലോ എന്നൊക്കെ നമ്മുടെ യോയും പറയുന്നുണ്ട്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിന്നു പറയുന്നുണ്ട്, നിനക്ക് കാര്യം മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു ഓൺലൈൻ ചാറ്റ് ഉണ്ട്, അവനായിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെ അവന് കാണിക്കുന്നുണ്ട് ഈ ഓൺലൈനായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളെ. അവൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ടാവും, നല്ല ബോഡി വെയിറ്റ് ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ, ക്ലീനാണ്. അതുമാത്രമല്ല കണ്ടൊരു 30 വയസ്സൊക്കെ തോന്നിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് പ്രസന്റ് വരുമ്പോൾ എല്ലാവരും കൂടി അവനെ കളിയാക്കുന്നുണ്ട്. ആ ഫോട്ടോ നമ്മുടെ ചെക്കന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചെക്കൻ ഈ ഫോട്ടോ കണ്ട ഉടനെ തന്നെ നെട്ടിപ്പോകുന്നുണ്ട്, ആകെ വല്ലാതായി പോവുകയാണ്. അവൻ ഫോട്ടോ നോക്കിയിട്ട് അവൻ്റെ സ്പെക്സൊക്കെ ഊരിയും അത് കൺഫേം ചെയ്യാണ്. കൺഫേം ചെയ്ത് കഴിയുമ്പോഴേക്കും ലിൻ ചോദിക്കും, എന്ത് പറ്റി കാണാൻ കൊള്ളില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കാണാൻ നല്ല ചാമിങ് ആയിട്ടുണ്ട്, അത് മാത്രമല്ല 30 വയസ്സൊന്നും തോന്നിക്കില്ല, അതിന് വളരെ പ്രായമുള്ളൂ എന്നൊക്കെ പറയാണ്. നമ്മുടെ യോ പറയുന്നുണ്ട്, നിനക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന്. യോയിന് നമ്മുടെ ചെക്കനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം ലിന്നു പറയാണ്, അത് കുഴപ്പമില്ല, അവൻ നമ്മുടെ ഗ്യാങ്ങിലുള്ളതല്ലേ, അവന് നമ്മുടെ ഫ്രണ്ടല്ലേ എന്ന് പറയുകയാണ്. നീ എന്തായാലും ഹോട്ടൽ റൂമിട്ട് ഡേറ്റിന് പോകണം, അവിടെ അവന് ചെന്ന് കാണണം, അവൻ എന്താണ് പറയാനുള്ളതെന്നൊക്കെ നീ മനസ്സിലാക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ യോയും ബ്രിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിന്നിന്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
ഇന്റീരിയർ ഡിസൈനർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ പ്രിമ്മു വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ പുതിയൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മുടെ പ്രിന്നിനും നമ്മുടെ ലിന്നിനും അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് എല്ലാ ഡിസൈൻ്റെയും ഒരു റീകോപ്പി മാത്രമാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിമ്മു ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളവിടെ സംസാരിക്കുന്നതെന്ന്, നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ എംപ്ലോയീസും അവർ ഭയങ്കര ക്രൂവലായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിമ്മിനോട് നമ്മുടെ ലിന്നു പറയാൻ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവൻ എന്തുകൊണ്ടോ പറയാൻ പറ്റാതെ, പുതിയൊരു സ്ഥലമല്ലേ, അവൻ്റെ ഒപ്പീനിയൻ എടുക്കില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും പ്രിം പറയാണ്, എല്ലാവരും ഒപ്പീനിയൻ ഇവിടെ ഭയങ്കര വിലപ്പെട്ടതാണ്, നിനക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറഞ്ഞോളാൻ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഡിസൈൻ ഭയങ്കര ഓൾഡ് ഫാഷനാണ്, റീവർക്കാണ്, അതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ലിന്നെ എണീറ്റ് നിന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വർക്കെല്ലാം കോപ്പിയാണ്, കോപ്പി വർക്കിങ്ങിന് ഒരു വാല്യൂ ഉണ്ടാവില്ല മാർക്കറ്റിൽ. അതുമാത്രമല്ല എത്ര നാളത്തെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള സീനിയർ സ്റ്റാഫ് എല്ലാം എണീറ്റിട്ട് ദേഷ്യപ്പെടാണ്. നീ എന്താണ് വിചാരിച്ചത്, ഞങ്ങൾ വെറുതെ തമാശക്ക് ഇരിക്കുകയെന്നാണോ, ഞങ്ങളെക്കാട്ട് സീനിയോറിറ്റി നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ലിന്നു പറയുന്നുണ്ട്, എനിക്ക് സീനിയോറിറ്റി ഇല്ല, പക്ഷേ ഈ വർക്ക് കോപ്പിഡ് ആയതുകൊണ്ട് അത് വാല്യൂ ഇല്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും, നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നന്നാവുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ല. നിങ്ങൾ ഇന്ത്യൻസിനെ വിശ്വസിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഒരു വർക്ക് തരിക, എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്കിനെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയാണ്. അവർ പറയുന്നതെല്ലാം കേട്ട് പ്രിമ്മു അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനി കാണിക്കുന്നത് നമ്മുടെ ലിന്ന് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. അവൻ്റെ ID കാർഡൊക്കെ നോക്കുന്നുണ്ട്. കാരണം അവൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ജോലി നല്ല സ്ട്രെസ്ഡാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അവൻ്റെ ഫോൺ എടുത്ത് ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് മെസ്സേജ് വന്ന ആ അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. എന്ത് പറ്റി, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്ട്രെസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ മീറ്റിംഗ് എന്നാണ്, നമ്മളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഹോട്ടൽ റൂമിൽ വെച്ച് കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സീൻ അവിടെ കട്ടാവാണ്. നമ്മുടെ ചെക്കനെ കാണിക്കുന്നുണ്ട്, അതായത് സൂര്യനെ, സണ്ണനാണ് അവനെ വിളിക്കുന്നത്. അവൻ്റെ ബ്രദറാണ് നമ്മുടെ ആ ഓഫീസിലെ ചെക്കൻ. ഇവൻ ബ്രദർ ആയതുകൊണ്ട് തന്നെയാണ് രാവിലെ ആ ഫോട്ടോ കണ്ടപ്പോൾ നമ്മുടെ ചെക്കൻ നന്നായിട്ട് നെറ്റിയത്. എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ ഇന്റേൺഷിപ്പൊക്കെ എങ്ങനെയായി, അമ്മ അറിയാതെയാണ് നീ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, കാരണം അമ്മക്ക് ഇവന് ഈ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, അമ്മക്ക് ഇവനെ ബിസിനസ്സിലേക്ക് വിടണമെന്നാണ് താല്പര്യം. അവനാണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേനോട് കള്ളം പറഞ്ഞ് വന്നേക്കാണ്, അമ്മക്കറിയില്ല അവൻ ഇവിടെ ഉണ്ടെന്ന്. അവൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ ഡേറ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു, നേരിട്ടൊന്ന് പോയി കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും, നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ഹാൻഡ്സം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ സെറ്റ് ആവും, നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം, നന്നായിട്ട് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ തല്ലി പിടിച്ച് കളിക്കുകയാണ്. നമ്മുടെ ഓഫീസിലാണെങ്കിൽ പ്രിമുലിനൊക്കെ ലേറ്റായിട്ടാണ് കയറി വന്നത്. ഉച്ചക്ക് നമുക്ക് ആ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് കയറി വരുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേണ്. എല്ലാവരും ഇവരെ ദേഷ്യപ്പെട്ട് നോക്കാണ്. നമ്മുടെ ചെക്കന് നേരത്തെ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ ലിന്നും പ്രിമ്മും ലോയും മാത്രമാണ് വൈകി അങ്ങോട്ട് എത്താറുള്ളൂ. നമ്മുടെ പ്രിമ്മും അവരെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പ്രിമ്മിനോടി വന്നിട്ട് പ്രിമ്മിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായം വേണോ മാഡം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവളൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവള് ചമ്മയേക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിക്ക് ചിരി വരുന്നുണ്ട്. ഇവള് പോയ പോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. യോ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കനും ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. യോ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, അവരോട് ലേഡി ബോസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോ എണീറ്റ് നമ്മുടെ സാറിൻ്റെ അടുത്ത് ശരിയാണ്. സാറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഡിസൈൻ വർക്ക് ചെയ്യാണ്, ഇവിടെയുള്ള എല്ലാവരും ആ ജോലി തന്നെയാണ് ചെയ്യണത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിൻ്റെ വർക്കാന്ന് ചോദിക്കുമ്പോഴേക്കും, ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്, അതിൽ ആരെയാണോ ഡിസൈൻ എടുക്കുന്നത് അവരായിരിക്കും ജയിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലിന്നെണീറ്റിട്ട് ഞങ്ങൾ ഇന്റേൺഷിപ്പുകാർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സാറ് കളിയാക്കാണ്, ഇത്ര എക്സ്പീരിയൻസ് ആയാലും ഞങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ, അതിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്തോളാൻ പറയുന്നുണ്ട്. നമ്മുടെ ലിന്നിനും യോയ്ക്കും നമ്മുടെ ചെക്കനും പ്രമ്മിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവർ ആ വർക്കിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടി പറയുന്നുണ്ട്, ഇപ്പോഴാണ് ശരിക്കും നമ്മൾ എംപ്ലോയീസ് ആയത്, നമ്മുടെ ഫസ്റ്റ് വർക്കാണിത്, നമുക്കിത് ജയിക്കണമെന്ന് പറയുന്നുണ്ട്. നേരെ നമ്മുടെ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. MD പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ വിലക്കെടുത്തു, ഇനി മുതൽ
ഇവിടുത്തെ സെക്രട്ടറി അതായത് MD ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ മകൻ സൂര്യനാണ്, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട എംപ്ലോയീസിനൊക്കെ വലിയ നിട്ടലാവുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ സൂര്യൻ ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ വന്നു എന്നാണ് പറയുന്നത്. സീരിയലിൽ നമ്മളെ കാണിക്കുന്നത് പ്രിങ്ക് പറയാണ് ഇത് ഗോസിപ്പ് ടൈമാണ്, നമ്മുടെ ചെക്കനെ മാത്രം മാറ്റിയിരുത്തിയേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ MDയുടെ മോൻ വളരെ സുന്ദരനായിരിക്കും, എങ്ങനെയായിരിക്കും സ്വഭാവം, നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് നല്ലതായിരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ ചെക്കൻ പറയാണ് പാവമാണ്, നല്ലതായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് അവന് നേരത്തെ പരിചയമുണ്ടോ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്നാണ് പറയുന്നത്. യോന് അവനെ ഒട്ടും ഇഷ്ടമല്ല, കാരണം ഫസ്റ്റ് ദിവസത്തെ അവരുടെ ഇൻട്രാക്ഷൻ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ പ്രിന്നു അറിയുന്നുണ്ട് എന്തായാലും നിൻ്റെ ഡേറ്റിങ്ങിൻ്റെ കാര്യം, നീ ഡേറ്റിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പോകണ്ടെന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നീ പൊക്കോ, എന്നാണ് ഡേറ്റ് എന്ന് ചോദിക്കുമ്പോഴേക്കും 7-ാം തീയതിയാണെന്ന് പറയുന്നുണ്ട്. 7-ാം തീയതിയാണ് ഇവർക്ക് ഇവരെ ഡിസിഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി വർക്ക് ചെയ്യാന്ന്. അപ്പോഴേക്കും പുറകിലിരുന്ന് നമ്മുടെ ചെക്കനും എന്തോ കമൻറ്റ് പറയുന്നുണ്ട്. അതിനെയോ അവനെ നല്ല രീതിക്ക് തന്നെ ചീത്ത പറയാണ്. അപ്പോൾ നമ്മുടെ ടിന്നു പറയാണ് നമുക്കന്ന് എല്ലാവർക്കും കൂടി പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് വർക്കൊക്കെ തീർക്കാം, അപ്പോഴേക്ക് ഡേറ്റിങ്ങിനും പോവാം, നമുക്ക് നമ്മുടെ വർക്ക് സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പ്രിം പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട, എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് അതെല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്നാണ് പറയുന്നത്. യോയോ അതിന് സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും കൂടി നല്ല രീതിക്ക് വർക്ക് ചെയ്യാമെന്ന് അവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ്. അടുത്തതായി നമ്മൾ 7-ാം തീയതിയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മുടെ യോയും ചെക്കനും കൂടി ഒരുമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിമ പറയുന്നുണ്ട് സമയം 7 മണിയായി, നിനക്ക് ഡേറ്റ് പോകാൻ സമയമായി, നീ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നിനെ വേഗം യാത്രയേക്കാൻ പറയാൻ പോവാണ്. പ്രിമ അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്നുണ്ട്. യോയും ചെക്കനും ആണെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. ചെയ്ത വർക്കെല്ലാം അവൻ ഷഫിൾ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രിമ നമ്മുടെ ലിന്നിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ഗോൾഡീസ് ആണ്, സൂപ്പറാണ്, നിന്നെ കണ്ട അവൻ എന്തായാലും മയങ്ങി വീഴും, പിന്നെ മയങ്ങി വീഴാത്ത അല്ല, 100-ൽ ഞാൻ നിനക്ക് 1000 ആണ് മാർക്ക് തരുന്നതെന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഔട്ട്ഫിറ്റ് നമ്മളെ കാണിക്കുന്നുണ്ട്. അത്ര മനോഹരമായിട്ടുള്ളൊരു ഡ്രസ്സാണ് അവൻ ഇട്ടേക്കുന്നത്. നമ്മൾ യോയും പറയുന്നുണ്ട് ഇത്ര ഭംഗിയുള്ളൊരു ചെക്കൻ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ലിന്നു പറയാണ് മതി നിങ്ങളുടെ കോംപ്ലിമെൻറ്റ്സ് ഭയങ്കര കൂടുതലാന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സണ്ണ് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓക്കെ ഞാൻ റെഡിയായി ഇറങ്ങാൻ പോവാന്നാണ് പറയുന്നത്. എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് പോവാണ്. നമ്മുടെ യോ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, നിനക്ക് അവിടെ ചെന്നിട്ട് കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ പോന്നേക്ക്, നിന്റെ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യില്ലെന്നാണ് പറയുന്നത്. അവരെല്ലാവരോടും ഓക്കെയും ഡാൻസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ ലിന്ന് ആ ഹോട്ടലിലേക്ക് ചെല്ലാണ്. അവിടെ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ലിന്നാണ്, എനിക്ക് ഇന്നോടൊരു മീറ്റിംഗ് ഉണ്ട്, എന്നെ ഇവിടെ വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കൊടുക്കുമ്പോൾ നിങ്ങളോട് ഈ റൂമിൽ വെയിറ്റ് ചെയ്യാനാണ് സാറ് പറഞ്ഞത്, എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, സാറ് 10 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. അത് കേട്ടതും നമ്മുടെ ലിന്ന് ഷോക്കാവുന്നുണ്ട്. റൂമിൽ വെയിറ്റ് ചെയ്യണമല്ലോ, അതാലോചിച്ചിട്ട് അവൻ ടെൻഷനായി അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ ചെന്ന് ആ കാർഡ് ഇട്ട് കീ തുറന്ന് അകത്തേക്ക് കയറാൻ പോവുകയാണ്. കുറച്ച് നേരം ആലോചിക്കുന്നുണ്ടെങ്കിലും അവൻ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞ് ഒരു ഡെക്കറേറ്റീവ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള റൂമാണ് കാണിക്കുന്നത്. അവൻ അവിടെ കയറി ചെന്നിട്ട് അവൻ്റെ ഓൺലൈൻ ചാറ്റ് ചെയ്യുന്ന ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സണ്ണ് അവിടെ നിന്ന് അവൻ്റെ ഡ്രസ്സെല്ലാം ഊരിക്കടിഞ്ഞ് നേക്കഡായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് പറയുന്നുണ്ട് നീ എന്നെ കാണാൻ വന്നല്ലേ, നമ്മൾ അവസാനം കണ്ടുമുട്ടി, നമ്മുടെ ചാറ്റിങ്ങും സ്നേഹമൊക്കെ സത്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിന്നിൻ്റെ അടുത്തേക്ക് സണ്ണ് വരികയാണ്. സണ്ണാണ് നമ്മുടെ സൂര്യൻ. സണ്ണ് വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ കിസ് ചെയ്യാണ്. അവൻ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സണ്ണ് സമ്മതിക്കുന്നില്ല. അവസാനം അതൊരു ഡീപ്പ് കിസ്സിലേക്കാണ് പോകുന്നത്. അവരങ്ങനെ കിസ് ചെയ്ത് നിൽക്കുന്ന സീനാണ് നമ്മളെയും കാണിക്കുന്നത്. ഒരു ഡീപ്പ് ക്യൂട്ട് ലോങ് കിസ്സാണ് അവിടെ നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ബാക്കായിട്ട് പറയുന്നുണ്ട് എന്താണ് നീ ഇത്ര നേരം വൈകിയെന്നൊക്കെ ഉള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന് ബോധം വരാണ്. കാരണം ഇതൊക്കെ അവൻ്റെ ഇമാജിനേഷനാണ്, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവൻ ആ കീ കാർഡ് എടുത്ത് നോക്കുന്നുണ്ട്, അകത്തേക്ക് കയറണോ വേണ്ടിയെന്നുള്ള ഇതിൽ
പൊക്കത്തിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ ആ കാർഡിട്ടിട്ട് അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറിയിട്ട് വിളിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആരെയും കാണില്ല. പക്ഷെ ടേബിളിൻ്റെ പൊക്കത്ത് ഒരു റെഡ് ഫ്ലവേഴ്സിൻ്റെ കൊണ്ടിട്ടുള്ള നല്ലൊരു അടിപൊളി പൊക്കത്ത് ഇരിക്കുന്നുണ്ട്. അതിലൊരു ലെറ്ററും എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കാണാൻ വൈകിയതിൽ സോറി, നമുക്ക് അത്ര ഇഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. എന്ന് തന്നെ ആ റൂമിൽ ഡോർ നോക്കിയതേക്കും നമ്മുടെ ലിന്നു പോയി തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യനെ അവൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അവൻ നല്ല രീതിക്ക് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ ലിന്നെ നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ലിന്നാണെങ്കിലും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്.